കാഴ്ചപ്പാടിൽ നിന്ന് ഈശ്വര സാന്നിധ്യങ്ങളോടുകൂടി സത്യവും ധർമ്മവും നീതിയും ഒക്കെ സ്നേഹിച്ചുണ്ടാകുന്നതാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്നതാണോ? ഇതെല്ലാം എൻ്റെ പൂർവ്വജന്മ വാസനയാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യവസായിയുടെ മൃത്യുവായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഉപകഥകളും കഥകളുമായിട്ട് നിരവധി വരുന്നുണ്ട്. ഓരോരുത്തരുടെ ഭാവന വിലാസങ്ങൾക്കനുസരിച്ച് കഥകൾ സൃഷ്ടിച്ച് വരുന്നുണ്ട്. അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്, അല്ലെ സത്യവും അസത്യവും ഒക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കഥകൾ മെനയാനുള്ള അവകാശമുണ്ട്. അതെനിക്കാണെങ്കിലും അത് തന്നെ. യൂട്യൂബ് ഒരു സെൻസർഷിപ്പ് ഇല്ലല്ലോ ഇതിനകത്ത്, രേഖാമൂലം വേണം. അതുകൊണ്ടാണല്ലോ എൻ്റെ കാന്തല്ലൂർ ആശ്രമത്തിനെ കുറിച്ചിട്ടുള്ള 9 വീഡിയോയ്ക്ക് ഞാനിപ്പോൾ ഹൈക്കോടതി വരെ കയറിപ്പോയിരിക്കുന്നത്. അത് നമ്മൾ പോരാടണം. നമ്മൾ മറ്റാർക്കും അതൊന്നും ആവശ്യമില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെക്കുറിച്ച് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവർ എന്ത് വേണോ അത് നമ്മൾ ധരിച്ചോളൂ. പക്ഷേ നമ്മളെക്കുറിച്ചൊരു ബോധ്യം വേണം. നമ്മൾ ഇന്നതാണ്, ഞങ്ങൾ ഇന്നയാളുടെയും മകനാണ്, ഞാൻ ഇങ്ങനെ ജീവിച്ച ഒരാളാണ്. എൻ്റെ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ നശിക്കാൻ ഞാൻ തയ്യാറില്ല. എന്നെക്കുറിച്ച് അപഖ്യാതി വരുത്തിയാൽ നീ അപഖ്യാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞാൽ അപഖ്യാതി നിനക്ക് യോഗ്യതയുണ്ടോ? അപഖ്യാതി മറ്റുള്ളവർ പറയുന്ന അപഖ്യാതിയിൽ നീ ആ കർമ്മം ചെയ്തിട്ടുണ്ടോ? നീ ആ അപഖ്യാതി കേൾക്കാൻ നിർബന്ധിതനാകുന്നതാണോ എന്നുള്ളതുണ്ട്. അതല്ലാത്തടത്തോളം കാലം ഇവിടെ കോടതി നിയമവ്യവഹാരങ്ങളുണ്ട്. നമുക്ക് നീതി കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് അതിനുവേണ്ടി ശ്രമം നടത്താം. അങ്ങനെ അത്തരം ഒരു ശ്രമമെങ്കിലും നടത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കാര്യം? പണച്ചെലവുണ്ടാവും, നല്ല വക്കീലന്മാരെ വെക്കണം, കോടതിയിൽ വാദിക്കണം, കോടതിയിൽ തെളിവുകൾ ഹാജരാക്കണം, മറ്റുള്ളവരും ഹാജരാക്കണം. നമ്മളെക്കുറിച്ച് അനാവശ്യങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇയാൾ എൻ്റെ വസ്തു തട്ടിയെടുത്തു, എൻ്റെ ഭൂമി തട്ടിയെടുത്തു, ഇതെൻ്റെ കാർ തട്ടിയെടുത്തു, ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെ ചെയ്താലും സോഷ്യൽ മീഡിയയ്ക്കൊക്കെ അതിനകത്ത് പറയാനുള്ള അവകാശമില്ല. അവർ നിയമപരമായി കോടതിയിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ അതിൻ്റെ രേഖകൾ സ്വന്തമാക്കിയതിന് ശേഷം വേണം സംസാരിക്കാൻ. നമ്മളിപ്പോൾ ഏഷ്യാനെറ്റൊക്കെ എടുത്താൽ കണ്ടിട്ടില്ലേ, ഇവർ കോടതിയിൽ നിന്നാണ്, മെയിൻ ചാനലുകളൊക്കെ എന്താണ് കോടതിയിൽ നിന്നുള്ളതോ പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് വാർത്ത ചെയ്യുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കാര്യങ്ങളില്ല. ഒരാളോട് വൈരാഗ്യം തോന്നിയാൽ അയാളെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും എന്നുള്ള ധാരണയിൽ ചെയ്യാം. ഇന്നലെ മരണപ്പെട്ടു പോയ, ജീവിതം പകുതി വഴിയിലാക്കിപ്പോയ നമ്മുടെ, ഞാൻ പേര് പറയണ്ടല്ലോ, അദ്ദേഹം സ്വയം വെടിവെച്ചു മരിച്ച അദ്ദേഹം വളരെ മുമ്പ് തന്നെ മരണത്തെക്കുറിച്ച് ഉറപ്പിച്ചിരുന്നു. തനിക്ക് മൃത്യു താൻ സ്വയം തിരഞ്ഞെടുത്തേ മതിയാകൂ. നമ്മൾ സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. മരണശേഷം ഞാൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചിട്ടുള്ള നല്ല പഠനം നടത്തിയ ആളാണ്, അതിൻ്റെ പിന്നാലെ പോയിട്ടുള്ള ആളാണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ വെള്ള സാരിയും എടുത്ത് മുടിയും അഴിച്ചിട്ട് അല്ലെങ്കിൽ തോക്കുമായിട്ട് നടക്കുന്ന പ്രേതങ്ങളല്ല, ഒരു ധൂമമാണ്. നമുക്ക് തൊടാൻ പോലും കഴിയില്ല. അതൊരു ധൂമ ലക്ഷണമാണ്. നമുക്ക് മേഘങ്ങളെ തൊടാൻ കഴിയാത്ത പോലെ, പുകയെ തൊടാൻ കഴിയാത്ത പോലെ ആ ധൂമലക്ഷണത്തെ നമുക്ക് തൊടാൻ കഴിയില്ല. പക്ഷേ ആത്മാവ്, ആ പ്രാണാംശം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, അലഞ്ഞു നടക്കും. അത് 100%. നമ്മളൊരാളെ പറ്റിച്ചാൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളൊരാളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്താൽ, നമുക്ക് അർഹതയില്ലാത്ത ധനം സ്വന്തമാക്കുകയൊക്കെ ചെയ്താൽ, നമ്മൾ മരണാനന്തര ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തുടങ്ങും. അത് തുടങ്ങി അങ്ങോട്ടുള്ള ഒരു യാത്രയുണ്ട്. അത് നിരവധി പേരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിരവധി ഒരുപാട് വീടിൽ പ്രേതാലയങ്ങൾ, വലിയ കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് സ്വന്തം മക്കൾ കാരണം മനസ്താപപ്പെട്ട് വിഷം കഴിച്ചു മരിച്ച ഒരു പ്രേതാത്മാവിനെ കുറിച്ചിട്ടുള്ള ഒരു കഥയല്ല, ഒരു അനുഭവമുണ്ട്. ഒരു വലിയ വീടാണ്, ഒരുപാട് പാരമ്പര്യം, 3 തലമുറകൾ കൊണ്ട് കാട് വെട്ടിപ്പിടിച്ച് ഭൂമി സ്വന്തമാക്കി കൃഷി ചെയ്ത് സമ്പത്തുണ്ടാക്കിയവരാണ്. പക്ഷേ സമ്പന്നത വളർന്നു വന്നപ്പോൾ ജീവിതത്തിൻ്റെ മണ്ണിൻ്റെ മണമറിയാത്തവർ, ജീവിതത്തിൻ്റെ വില അറിയാത്തവർ, ഭൗതിക സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ, ആ പുതിയ തലമുറ വന്ന് പഴമയുടെ അവസ്ഥ, പഴയ ഒരാൾ ജീവിച്ച് 90 വയസ്സായിട്ട് മരിക്കാതെ കിടക്കുകയാണ്. അദ്ദേഹത്തെ നോക്കാൻ ആളില്ല. ഭക്ഷണം കൊടുക്കാനും പിടിച്ചെടുപ്പാനും കുളിപ്പിക്കാനും ഒക്കെ ഒരാളുണ്ട്. അവിടെ താൻ ആദ്യത്തെ മൺമട്ടിയുടെ വെട്ട് കേൾക്കുമ്പോൾ, ആദ്യത്തെ സിംഹത്തിൻ്റെ അലർച്ച കേട്ടപ്പോൾ, ആനയുടെ അലർച്ച കേട്ടപ്പോൾ, പിന്നെ ശാന്തമായ മാനുകളെ കണ്ടപ്പോൾ അത് വെട്ടിപ്പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി, ഭൂമി ഉണ്ടാക്കി, പിതൃക്കന്മാർ വലിയ കമ്പനികൾ ഉണ്ടാക്കി,
നമ്മുടെ തലമുറകൾക്ക് കൈമാറിക്കൊടുത്ത ആ മനുഷ്യൻ തളർന്ന് കിടന്ന് മരിച്ചൊരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചില പ്രമാണങ്ങളെക്കുറിച്ചിട്ടുള്ള രേഖകൾ അറിയാതെ വരികയൊക്കെ ചെയ്തപ്പോൾ അവരെന്നെ ബന്ധപ്പെടുത്തി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. രാത്രി ഇദ്ദേഹം കിടന്ന മുറിയിൽ അദ്ദേഹം സ്വന്തം സംസാരിക്കുമായിരുന്നു. ആ 90 വയസ്സുള്ള ആ വൃദ്ധൻ, അത് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ സ്വയം സംസാരിക്കും. എന്താണ് സംസാരിക്കുന്നത്? ഞാൻ പണ്ടുകാലങ്ങളിൽ സിംഹത്തിൻ്റെ അലർച്ചകൾ കേൾക്കുമായിരുന്നു. ഈ കാറ്റിൻ്റെ കാറ്റടിക്കുമ്പോൾ മരങ്ങളുടെ ചില്ലകൾ അനങ്ങുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവസാനം ഈ മരങ്ങളൊക്കെ വെട്ടി വീഴിപ്പിച്ച് ആ കാടെല്ലാം വെട്ടി വിളിപ്പിച്ച് റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കി അതൊക്കെ നശിച്ച് വെള്ളമൊഴിച്ചും കള്ള് കുടിച്ചും പാറ നടത്തിയും ഒക്കെ ഉണ്ടായിരുന്ന പാറയൊക്കെ പൊട്ടിച്ച് അതെല്ലാം നശിച്ച് നാമാവിശേഷമായൊക്കെ കഴിഞ്ഞ് അവസാനം ഭൂമി വീതം വയ്ക്കാൻ തീരുമാനിച്ചു. ആ കുടുംബത്തിൽ പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവർ ഭൂമി വീതം വയ്ക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ആരും തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കില്ല. ഇനി ഉള്ളത് വിറ്റ് പറക്കി പോവുക. അദ്ദേഹത്തിൻ്റെ കല്ലറയെക്കുറിച്ച് പോലും ആർക്കും ഓർമ്മ പോലുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മയില്ല. പഴയ ഫോട്ടോകളോ വലിയ ദാരുണമായൊരു സംഭവം. അപ്പോഴാണ് എന്നെ ഒരാൾ വിളിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രമാണം ചെയ്യാൻ കൊണ്ടുപോകുന്ന ആൾ, ഇതിന് ഏറ്റവും മുമ്പിൽ നിന്ന ആൾ, അദ്ദേഹം പറഞ്ഞു എനിക്ക് 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ? ഞാൻ ചോദിച്ചു അതെന്താ? നമ്മളെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഒരു വലിയ കുടുംബം നശിച്ചുപോയി. എൻ്റെ പ്രമാണം ചെയ്യാനായിട്ടുള്ള എല്ലാവരുമായിട്ട് അവസരം കോംപ്രമൈസായി. എല്ലാവരും കേസും കോടതിയും വ്യവഹാരങ്ങളും ഒക്കെ ആയിട്ട് നശിച്ചു. നാമാവിശേഷം സ്വാമി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇതിൽ നിന്ന് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗം അറിയാനായിട്ടാണ് സ്വാമി. പക്ഷേ ഞാൻ ഇറങ്ങിയ കാലം മുതൽ എനിക്ക് പുറത്ത് അപകടങ്ങൾ ഉണ്ടാകുക. രണ്ടാമത് ഞാൻ ആ വീട്ടിൽ ചെന്ന്, വലിയ വീടാണ്, ഇതെല്ലാം പിടിച്ച് പൊളിച്ച് അതിൻ്റെ കട്ടളയും വാതിലും ജനലും ഒക്കെ വിറ്റാൽ തന്നെ വലിയ വില കിട്ടും. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ചെല്ലണം എന്നാണ്. അങ്ങനെ എന്തായാലും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവിടെ ചെല്ലിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ പ്രേതസഞ്ചാരമുണ്ട്, ഇവിടെ ഒരാൾ ഇങ്ങനെ കിടന്ന് ഇന്ന ഭക്ഷ്യത്തെ മുറിയിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചയാളിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ വസ്തു വിറ്റാൽ കടബാധ്യതകളും പ്രശ്നങ്ങളൊക്കെയാണ്. ഇത് വംശനാശം വന്നു പോകുന്ന വസ്തുവാണ്. ഇതാര് ശ്രമിച്ചാലും ഇത് അദ്ദേഹത്തിൻ്റെ പ്രേതാത്മാവ്, അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീകണ്ഠനാഥൻ്റെ ഷോയ്ക്കായി പോയിരുന്നു. സ്വാമിമാരെല്ലാം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇതെല്ലാം കള്ളത്തരമാണ്, ഇതെല്ലാം പൊള്ളത്തരമാണ് എന്ന് പറഞ്ഞപ്പോൾ മജിഷ്യൻ സാമ്രാജ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭസ്മമൊക്കെ എടുത്ത് കാണിച്ച്. ഭസ്മം കാണിക്കുന്നു അല്ലല്ലോ ആത്മീയത. അതൊക്കെ മാന്ത്രികതയിലായിരിക്കും. പിന്നെ എവിടേക്കോ എന്തൊക്കെയോ സംസ്കാരമില്ലാത്ത ആൾക്കാർ കുഗ്രാമങ്ങളിൽ ചെന്നിട്ട് ദൈവമാണെന്ന് സ്വയം വിശ്വസിച്ച് മറ്റുള്ളവരെ വിശ്വസിച്ച് ജീവിക്കുന്നത്, അഭ്യാസങ്ങൾ കാണിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ടെന്നും ഈ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ടേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമുക്കതൊന്നും, ഞാനത് നിശബ്ദനായിരുന്നതിൻ്റെ ഒരൊറ്റ കാരണം നമുക്കിതൊന്നും തർക്കിച്ച് ജയിക്കാൻ പറ്റുന്നതല്ല. ഇതാണ് ഇതിൻ്റെ സത്യം, ഇതാണ് ഇതിൻ്റെ ശരി, ഇവിടെ ഇന്നതുണ്ട് ഇന്നതില്ല, ഇതൊന്നും നമുക്ക് പറയല്ല. ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇല്ലാതാകുന്നതൊക്കെ വീണ്ടും ഉണ്ടാകണമെങ്കിൽ ആ ഒരു സമയമുണ്ട് അതിൻ്റേതൊക്കെ. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരു മണിക്കൂർ പ്രോഗ്രാമിനകത്ത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. വഴിമാറിയൊക്കെ പോയി തമ്മിൽ തന്നെ പ്രോഗ്രാം 24 ന്യൂസിനകത്ത് ഞാൻ 2 ദിവസം പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ മോശമൊന്നല്ല പ്രോഗ്രാം, കുറേ ഇൻഫർമേഷൻസ് കിട്ടി. നമ്മളത് കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രതികരണം, ഈ ദൈവമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ഇതാണ് ദൈവം, തൊട്ടോളൂ, സുനിൽ പരമേശ്വരനാണ്, ഇത് ഞാനാണ് സുനിൽ പരമേശ്വരൻ, കാണിക്കാം. പരമേശ്വരൻ എവിടാണെന്നും പാർവതി എവിടാണെന്നും മഹാവിഷ്ണു എവിടെയെന്നും ഗണപതി എവിടെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ കാണിക്കും. ശിലകളെ ചൂണ്ടിയേ പറയാൻ പറ്റൂ. പക്ഷേ ഈ ശിലകൾക്കെല്ലാം ഒരു ശക്തിയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കാന്തല്ലൂർ ആശ്രമത്തിൽ പുറത്താണ് ശിവലിംഗം വെച്ചേക്കുന്നത്. ആ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ഒരു കുടം ഇങ്ങനെ പിടിച്ചാൽ ആ കുടം വൈബ്രേറ്റ് ചെയ്ത് തെറിച്ചു പോകും. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം. ഉഗ്രപ്രത്യയങ്ങളുടെ മുമ്പിലാണെങ്കിലും അത് തന്നെ, വാർത്താളി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണെങ്കിലും അത് തന്നെ. പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജി ഈ കല്ലിലേക്ക് വരും. അമ്പലത്തിനകത്തായിക്കോട്ടെ, നമ്മൾ പ്രകാശം വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജം അതിനകത്തേക്ക് ചെല്ലും. ഇതെല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അത് ഒരാളുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ദൈവിക ശക്തിയാണെങ്കിലും ആ ശക്തിയൊക്കെ തന്നെ നമ്മുടെ ചിന്താധാരകൾക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്തലുകൾ നടത്താം. ഞാനീ പറഞ്ഞു വന്നത്, ഒടുവിൽ ഈ പ്രേതാത്മാവ്, ഈ ആത്മാവ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അപ്പോൾ വലിയ ഫോട്ടോ, എണ്ണച്ചായ ചിത്രമാണ്. ഈ ഫോട്ടോയിൽ ഒരു പൊട്ടൽ ഇങ്ങനെ കണ്ടു. ആരോ കല്ലെടുത്തെറിഞ്ഞ മാതിരിയാണ് അതിൻ്റെ മുഖം ഇങ്ങനെ പൊട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരെങ്കിലും എറിഞ്ഞ് പൊട്ടിച്ചതാണോ? അല്ല, പിന്നെ എങ്ങനെയാണ് ഇത് പൊട്ടിയതാണ്? ആര് പൊട്ടിച്ചു?
അതാർക്കും അറിഞ്ഞൂടാ. ഇത് സാധാരണ ഒരാൾ ഒരു കല്ലെടുത്ത്, നല്ല ബലമുള്ള കല്ല് വളരെ ഊക്കോടുകൂടി എറിഞ്ഞാൽ മാത്രം പൊട്ടിത്തെറിക്കുന്ന എന്ന തരത്തിൽ അത് ചിതറിപ്പോയി. ഞാൻ പറഞ്ഞു ഇത് വളരെ സൂക്ഷിക്കണം. ഈ വസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കകത്തൊരു മരണം നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിതെല്ലാം കൂടെ സമാധാനവും ശാന്തിയുമായിട്ടൊന്ന് ചിന്തിക്കുക. ആദ്യം ഇദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ധൂമാവതിയിൽ, തന്ത്രമാന്ത്രികമാണ്. അതിൽ ഇദ്ദേഹത്തിനെ ആവാഹിച്ച് മാറ്റാനൊന്നും കൊണ്ടുപോകില്ല, ആവാഹിച്ച് മാറ്റാനും പറ്റില്ല. ഇദ്ദേഹത്തിന് എവിടെയാണോ ഇതിൻ്റെ തെക്ക് ഭാഗത്ത് ഇന്ന ഭാഗത്തായിട്ട് ഒരു അടക്കം ചെയ്തൊരു സ്ഥലമുണ്ട്, അവിടെ നിങ്ങളൊരു ചുറ്റുമതിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിളക്ക് വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ആ വസ്തു വയ്ക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ വംശം ഉണർന്നു വന്നിരിക്കുന്നത് 3-4 തലമുറ മുമ്പുള്ളതാണ്. അദ്ദേഹം വളരെ കാലം ജീവിച്ചു, 100 വയസ്സോ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ജീവിച്ചു. ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗബാധ വരുന്നു, ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നു, ചിലർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവുന്നു, മനസമാധാനവും ശാന്തിയും ഒക്കെ നഷ്ടപ്പെടുന്നു. സ്ത്രീകളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം മഹാദുരിതമാണെന്ന്. അത്തരത്തിൽ അകപ്പെട്ടു പോയ ഒരു സംഭവം. ഞാൻ പറഞ്ഞു, അനധികൃതമായ പണം, നമ്മുടേതല്ലാത്ത ഭൂമി, നമുക്ക് അവകാശപ്പെട്ട ഭൂമിയല്ല. എന്താണ് ഒടുവിൽ ഞാനിത് കണ്ടുപിടിച്ചപ്പോൾ ഈ സ്ഥലത്ത് ദൈവീക വനപ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. പണ്ട് കാലത്ത് ഒരു വനദേവതയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ആ വനദേവതയുടെ സാന്നിധ്യം വെട്ടിപ്പിടിച്ച് അവിടെ ചില ഉരുള കല്ലേ കാണുകയുള്ളൂ. അത് പക്ഷെ അതുമായിട്ട് ബന്ധമുള്ളതാണ്, ആ ഭൂമിയായിട്ട് ബന്ധമുള്ളതാണ്. അത് ആ കല്ലിൻ്റെ സാന്നിധ്യമുണ്ടെന്ന സ്ഥലത്താണ് ഇവിടെ സെപ്റ്റി ടാങ്ക് കൊണ്ട് വെച്ചേക്കുന്നത്. ദുരിതപ്പെട്ട ആ മനുഷ്യൻ കിടന്ന് ദുരിതപ്പെട്ട് അവസാനം കിടക്കയുടെ ഒരു ഭാഗത്തേക്ക് 2 കാലുകളും അപ്പുറത്തേക്കും തലയുടെ ഒരു ഭാഗവും ഇപ്പുറത്തേക്ക് കിടന്നിട്ട് ആ 2 ദിവസവും കണ്ട് അയാൾ മാറി നിന്നു. കുളിപ്പിച്ച് പോയിട്ട് രാത്രി അങ്ങാണ്ട് വരും എന്ന് പറഞ്ഞതാണ്. ആ മരണപ്പെട്ട് ഈച്ചയും പുഴുവും മരിക്കുന്ന അവസ്ഥയിലേക്ക് മരണപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രേതാത്മാവിനെ നമുക്ക് അടക്കം ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ദയനീയമായിരിക്കും. ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്ര മാത്രം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇദ്ദേഹത്തിന് അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു 4 ചുറ്റുമതിൽ കെട്ടിയിട്ട് നിങ്ങളൊരു കല്ലുവിളക്ക് കത്തിക്കാനുള്ള മാർഗ്ഗമുണ്ടോ എന്നതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറഞ്ഞു. അതിനാരെങ്കിലും അതിന് വേണ്ടപ്പെട്ട, എനിക്കിപ്പോൾ ഇത്രയും ദൂരം വന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പരിഹാര മാർഗം. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാതിരിക്കുക. ഈ രാത്രി ആര് ഈ ബിൽഡിങ്ങിൽ ഒറ്റയ്ക്കാരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒറ്റയ്ക്കാരെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് പ്രേതബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കാന്തലൂസ്വാമി അന്ധവിശ്വാസം ഉണ്ടാക്കുകയാണ്, നിങ്ങൾ അന്ധവിശ്വാസിയാണ്, നിങ്ങൾ അന്ധപ്രേതനോലിൽ എഴുതുന്നവരാണ്, നിങ്ങൾ മനുഷ്യനെ വഴിതെറ്റിക്കുന്നവരാണ്. തെറ്റുന്നവൻ മാത്രം തെറ്റും. ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതുവഴിയും പോകാം. ഇതില്ല ഇതുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നതൊക്കെ എന്താണെന്ന് ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാനുള്ള ഒരു കാരണമുണ്ട്. ഒരു സ്ഥലം വയൽ പ്രദേശമാണ്, വയലിൻ്റെ പ്രദേശമാണ്, നടുക്കൂടെ റോഡ് പോയിട്ടുണ്ട്. ഈ പ്രദേശത്തെ വസ്തു ആരുടേതാണെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊരു സൂചന കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആരുടേതാണെന്നറിയില്ല. സർക്കാർ വക ഭൂമിയായിരിക്കും, ഇല്ലെങ്കിൽ രാജകൊട്ടാരത്തിൻ്റെ വക ഭൂമിയായിരിക്കും. ഏക്കർ കണക്കിന് സുദ്ധ രാജകൊട്ടാരം ഇങ്ങനെ കിടക്കുകയില്ലേ? ആർക്കും കയ്യൂക്കുള്ളവനും പണമുള്ളവനും സ്വാധീനമുള്ളവനും സ്വന്തമാക്കാം. അങ്ങനെ സ്വന്തമാക്കിയ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇതിനൊക്കെ രേഖകൾ ഉണ്ടാക്കിയെന്ന് അറിയുന്നില്ല. രേഖകൾ പണമുണ്ടാക്കി വാങ്ങിക്കൊടുത്തവനും അത് മേടിച്ചവനും ഒക്കെ വന്നിട്ടുള്ള മഹാദുരന്തത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അവിടെ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്ത് ആ ബിൽഡിംഗ് പടുത്തുയർത്തിയവർക്കെല്ലാം തന്നെ മഹാദുരന്തങ്ങളുണ്ടായി, വലിയ ദോഷങ്ങളുണ്ടായി. ഞാൻ ആ പ്രദേശത്തെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോഴാണ് ഈ വയൽ പ്രദേശം ഉണ്ടായിരുന്നതിൻ്റെ കരയിലൊരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. കാളികാളി, കൊടുങ്കാളി, കരിങ്കാളി, അധർമ്മണ ഭദ്രകാളി, മറുതഭദ്രകാളി. മറുതഭദ്രകാളി എന്ന് പറഞ്ഞാൽ കാളി സാന്നിധ്യത്തിൻ്റെ ശക്തമായ മറിച്ചിട്ട് കളയും, ചിക്കൻ ബോക്സ് വരുത്തി കളയും, ദേശം മുഴുവൻ ചിക്കൻ ബോക്സ് വരുത്തി കളയും. യാതൊരു ദയമില്ലാത്തതാണ് ആ ഭൂമിയുടെ ഇരിപ്പിടം, ആ ദൈവിക സാന്നിധ്യങ്ങളുടെ ഇരിപ്പിടം, ആ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ദേവസ്ഥാനങ്ങൾ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെന്താണ് ഈ ഉപ്പിൻ്റെ രസം കൂടിയപ്പോഴാണ് കടൽ മാറിയാണല്ലോ പരശുരാമനും മഴുവെറിഞ്ഞ് എന്ന നമ്മളെ സങ്കല്പത്തിലുള്ളത്. ആ ഉപ്പിൻ്റെ രസം മാറാൻ വേണ്ടിയിട്ടാണ് നാഗപ്രതിഷ്ഠ ഉണ്ടായത്. ഉപ്പ് രസം, സർപ്പാരാധന സനാതനധർമ്മത്തിൽ മുഖ്യസ്ഥാനമുണ്ട്. പരമശിവനാണെങ്കിൽ നാഗഭൂഷിതരാണ്, മഹാവിഷ്ണു നാഗശയനം, ഗണപതിയാണെങ്കിൽ നാഗപൂണൂൽ, പിന്നെ അരഞ്ഞാണം നാഗയണഞ്ഞാൽ, ദേവിക്ക് നാഗപാശം, ഇതൊക്കെയുള്ള ഒരുപാട് മഹാദേവി. ഈ മയിൽവാഹനായ സുബ്രഹ്മണ്യനാണെങ്കിൽ കാർക്കോടകൻ എന്ന് പറഞ്ഞാൽ നാഗത്തിനെ സ്വാധീനിച്ച് വെച്ചേക്കാണ്, കൊടും വിഷമാണ്. അങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതിനകത്ത് ശക്തി, ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാഗഭൂമിയിലും
ആ നാഗസാന്നിധ്യമുള്ള മുമ്പിൽ ജലാശയത്തിൻ്റെ സൈഡിൽ വസിക്കുന്ന ഈ നാഗങ്ങളെയൊക്കെ അതൊന്നും ചിന്തിക്കാതെ ഈ ഭൂമി നിയമപരമായി അന്നൊക്കെ സ്വാധീനങ്ങളൊക്കെ നടത്തി വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസറോ അവിടെ ഇരിക്കുന്ന തഹസീൽദാരോ ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അന്നത്തെ കാലം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഉണ്ടാക്കി രേഖകളൊക്കെ ഉണ്ടാക്കി സ്വന്തമാക്കിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ ആ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ഇവിടെയാണ് ഭദ്രകാളിയും നാഗങ്ങളും കുടികൊള്ളുന്ന സ്ഥലം. അതാണ് വെള്ളിക്കൊത്ത് തോണ്ടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവിടെ പില്ലറുകൾ താഴ്ത്തി വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിൽ അത് അനുഭവിക്കാൻ പറ്റുമോ? ആരുടെയോ ഭൂമി. ഞാനിത് പറഞ്ഞതാണ്. ഇത് പറയാൻ കാരണം ഞാൻ കുറച്ചുകൂടെ വിശാലമായിട്ട് ഒരാളെൻ്റെ അടുത്ത് ഈ സ്വാമി ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, ആ ഭൂമി ഇങ്ങനത്തെ ഭൂമിയാണ്, അവിടെ ഒരു അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രത്തിന് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞതിൻ്റെ സത്യം. അപ്പം നമ്മൾ പറയുന്നത് നമ്മളൊരു ഭൂമി വാങ്ങിക്കുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത ഭൂമി വാങ്ങിക്കുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങൾ ഒരു അനിയനും ചേട്ടനുമാണ്. ഈ അനിയനും ചേട്ടനിലെ ചേട്ടൻ എന്ത് ചെയ്തു? അമ്മയെ സ്വാധീനിച്ച്, അച്ഛൻ നേരത്തെ മരിച്ചു, അമ്മയെ സ്വാധീനിച്ച് പ്രമാണമൊക്കെ റെഡിയാക്കി. അപ്പോൾ അമ്മ ചോദിച്ചു വയ്യാതെ കിടക്കുകയാണ്, അനിയനും കൂടെ കൊടുക്കണുണ്ടല്ലോ. എല്ലാം കൊടുക്കുന്നുണ്ട്. കൊടുത്തില്ല. അത് അയാൾക്ക് അനുഭവിക്കാൻ പറ്റൂ? അനിയൻ നിസ്സഹായനായിട്ട് കല്യാണം കഴിക്കാതെ നിൽക്കുവാണ്. അദ്ദേഹത്തിന് മാരകമായ രോഗം വന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. അപ്പം തനിക്ക് അർഹതയില്ല, താൻ മരണപ്പെട്ടു പോകും, ഒരു മരുന്നിനും രക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് അർഹതയില്ലാത്ത ഒരു വാക്ക് പോലും നമുക്ക് അർഹതയില്ലാത്തത് മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞാൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഞാനും ടീച്ചറുടെ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ അതിനു മുമ്പ് മലയാള സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നർത്തകിയായ നടിയെ അവിടെ വെച്ച് കണ്ടു. ഞാനും ടീച്ചറുടെ ഒരു 4-5 വർഷത്തിന് മുമ്പ് പിന്നെ ഒരു പാലോട് വനപ്രദേശത്ത് അവിടുത്തെ കുറച്ച് വസ്ത്രങ്ങളും കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് ഞാനും ആ സോഷ്യൽ വർക്കർ സുനിതയായിട്ട് അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീ അവിടെ വന്നു. ഞാൻ ഓരോ മനുഷ്യരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നത്. അവർ പണ്ട് സീരിയലിലൊക്കെ അഭിനയിച്ച് നർത്തകിയും കണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അന്ന് കണ്ട് പരിചയം വെച്ച് ഇവരോട് സംസാരിക്കാൻ നിന്നപ്പോൾ അവർ പെട്ടെന്ന് ഈ മൊബൈൽ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് ആരോ കേൾപ്പിക്കാനായിട്ടുള്ള ആ ത്വരയിൽ അവരിത് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചേക്കുവാണ്. എന്തൊരു മോശമായ പ്രവൃത്തിയാണ്. അവരെ ഞാൻ ഇന്നിവിടെ വെച്ച് കണ്ടു, ശ്രദ്ധിക്കാനേ പോയില്ല. ചില മനുഷ്യരങ്ങനെയാണോ അല്ലേ? മറ്റുള്ളവനെ ഇവിടെ ഇവരൊക്കെ കലാകാരന്മാരും കലാകാരികളൊക്കെ ആണ്. നന്മയില്ലാത്ത മനസ്സ്, മറ്റുള്ളവരെക്കുറിച്ച് നാശങ്ങളും ദോഷങ്ങളും സംസാരിക്കാനുള്ള മനസ്സ്. ചിലരുടെ മനസ്സങ്ങനെയാണ്. എങ്ങനെ നന്മയുണ്ടാകണം? നന്മ ചിന്തിക്കാതെ, നന്മയുണ്ടാകാതെ, നന്മയുള്ള മനസ്സില്ലാത്ത, നന്മയുള്ള ഒരു ശരീരമോ ചിന്തകളോ ഇല്ലാതെ ഒരാൾക്ക് ഈ ഭൂമിയിൽ സന്തോഷമായി ജീവിച്ചു പോകാൻ പറ്റില്ല. അത് കാലം കൊടുക്കുന്ന ശിക്ഷ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ റോയി എന്ന് പറയുന്ന ആൾക്ക് എന്തൊരു കുഴപ്പമായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്. അദ്ദേഹം സത്യസന്ധമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ശരപഞ്ചരം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടില്ലേ? ശരപഞ്ചരം സിനിമയ്ക്കകത്ത് കുതിരക്കാരനായിട്ട് വന്ന ജയൻ അവസാനം മുതലാളിയാകുന്ന കണ്ടിട്ടില്ലേ? നമ്മളത് ആലോചിക്കണം. ചില ദുർബല വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടു പോകും. അതൊരു നല്ല സബ്ജക്റ്റാണ് ആ കഥ, ശരപഞ്ചരം അല്ലേ? അപ്പോൾ മനുഷ്യൻ അവൻ എന്തായിട്ട് അവിടെ വന്നു, അവൻ എന്തായിട്ട് മാറി. അപ്പോൾ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അതിഗംഭീരമായി വളർന്നു നിൽക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ചെല്ലുന്നു. ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്നും സംസാരിക്കേണ്ട. എന്തായാലും അദ്ദേഹം അവിടുന്ന് പോയി. അവിടുന്ന് പടിയിറങ്ങിപ്പോയി. പടി കയറി വന്നു, ഒന്നുമില്ലാതെ പടിയിറങ്ങി പോകുമ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെയോ വിശ്വാസവഞ്ചനയുടെയോ ഇല്ലെങ്കിൽ അതിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ നമുക്കറിയാത്തതുകൊണ്ട് അതിലേക്ക് കടന്നു പോകണ്ട. അദ്ദേഹം മഹാകോടീശ്വരനായിട്ട് മാറിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, ആ ശാശ്വതമായ സത്യം എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുവരെ ലൈഫ് അങ്ങോട്ട് എൻജോയ് ചെയ്യുവാണ്. ലൈഫ് എൻജോയ് ചെയ്ത് പോവുകയാണ്. നിവർത്തിയില്ലാത്തൊരു ഘട്ടം വന്നു. പണമാണെല്ലാം എന്ന് വിചാരിക്കുന്നു. തനിക്ക് കിട്ടിയ കുറേ പണം കിട്ടുമ്പോൾ അതെല്ലാം വിദ്യാഭ്യാസത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയൊക്കെ ചിലവാക്കുന്നു. തനിക്ക് കിട്ടുന്ന സമ്പത്ത് നല്ലതല്ലെങ്കിൽ ആ സമ്പത്ത് ആർക്ക് വാരിക്കോരി കൊടുത്തിട്ടും കാര്യമില്ല. നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, നീ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണം, നീ സത്കർമ്മങ്ങൾ ചെയ്തുണ്ടാക്കുന്ന പണമല്ലാതെ മറ്റെന്ത് പണം നിൻ്റെ കയ്യിൽ വന്നാലും അത് നീ എത്ര മറ്റുള്ളവർക്ക് വാരിക്കൊടുത്താലും അതൊന്നും തന്നെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നിനക്ക് മുമ്പിലോട്ട് പോകാൻ നീ ശ്രമിച്ചാൽ നിനക്കുണ്ടാകുന്ന നാശം, നിനക്ക് ദുർമരണം. നീ ഇനി പ്രേതാത്മാവായിട്ട് എത്ര കാലം നിൽക്കും? ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ മരണപ്പെട്ടു പോയ അദ്ദേഹം ഉപയോഗിച്ച വാഹനങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ച വീട്, അദ്ദേഹം ഉപയോഗിച്ച മുറി, ഇതെല്ലാം തന്നെ പ്രേതബന്ധമാണ്. ഒരാൾക്ക് അവിടെ ആ ബിൽഡിങ്ങിൽ താമസിക്കാൻ പറ്റൂ? ഇപ്പം ഇവിടെ ദി ഫോർത്ത് എന്ന് പറഞ്ഞൊരു
ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ടെലിവിഷൻ മീഡിയ കമ്പനി തുടങ്ങി. അവിടെ കയറി ഒരാൾ ആത്മഹത്യ ചെയ്തു. ആ വീട്ടിൽ പണം കൊടുക്കാനുണ്ടായിരുന്ന എന്തോ സംഭവമാണ്. അവിടെ ഞാൻ പരിഹാരമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിൽക്കത്തില്ല, ഇത് സംഭവം വേറെയാണ്, നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങരുത്, ഇപ്പം തുടങ്ങരുത്, ഇതിന് വേറെ വിഷയങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് മുടക്കി അവരൊക്കെ ജയിലിൽ കിടക്കുകയാണ്. ചില പ്രേതബന്ധങ്ങളുണ്ട്, തീർത്ത് കളയും. ഒരാൾ ജോലി ചെയ്താൽ അവന് പണം കൊടുത്തേക്കണം, അവൻ്റെ പണം പിടിച്ചു പറിക്കാൻ ശ്രമിക്കരുത്, അവൻ്റെ പണം ചവിട്ടി തായ്ക്കാൻ നിൽക്കരുത്. കാരണം അവൻ്റെ അധ്വാനത്തിൻ്റെ വില അവനെ അറിയാവുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ റോയി എന്ന് പറഞ്ഞ ആൾ ഇഷ്ടം പോലെ വാരി കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കണ്ടില്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് പണ്ട് മേടിച്ചിരുന്ന ഈ 3 എന്ന് പറഞ്ഞ സംഖ്യ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. ഒരു കാലത്ത് ഈ 3 എന്ന് പറയുന്ന സംഖ്യ അത് വലിയ അബദ്ധമാണ്. ഇതിനകത്ത് 13 പ്രേതസംഖ്യയാണ്. എവിടെ നിങ്ങൾ എടുത്തോളൂ, ആ സംഖ്യയെ മുറുകെ പിടിച്ച അദ്ദേഹം. നമ്മൾ ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ നമ്മളല്ല തീരുമാനിക്കുന്നത് നിൻ്റെ സംഖ്യ എത്രയാണ്, നിങ്ങൾ ഏത് സംഖ്യയാണ് ഉപയോഗിക്കേണ്ടത്. സംഖ്യാശാസ്ത്രത്തിലൊക്കെ വേറെ ഒരുപാട് കണക്കുകളുണ്ട്. അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച ആ കാറ്, തനിക്കെല്ലാം നല്ലത് വന്നത് ആ കാറാണെന്ന് സങ്കല്പിച്ച് നഷ്ടപ്പെട്ടു പോയ ആ കാറ്, ആ പണം ഇരട്ടി വില കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചപ്പോൾ മുതൽ തുടങ്ങിയ ദുരിതം. ആ ദുരിതത്തിൻ്റെ തുടക്കം ആ കാറാണ്, മാരുതി കാറ്, ആദ്യം ഉപയോഗിച്ചിരുന്ന കാറ്. കാരണം തൻ്റെ ചിന്തകൾ മുഴുവൻ തൻ്റെ ജീവിതത്തിൻ്റെ പടിക്കെട്ടുകൾ, ആ പടിക്കെട്ടുകളൊക്കെ ഉയരാൻ തുടങ്ങിയത് ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടി, ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ചിന്തകളിലൂടെ. ഞാൻ ഈ ചെറിയ കാറിൽ പോകുമ്പോൾ എനിക്ക് 10 കോടി വിലയുള്ള 12 കാറ് സ്വന്തമാക്കണം, എനിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കണം, എൻ്റെ ബിസിനസ് സാമ്രാജ്യം വളരണം, ഈ സിനിമയിലും അല്ലാതെയും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരുടെ അവരെൻ്റെ തോളത്ത് കൈയിടണം, അവരെനിക്ക് വേണ്ടി കാത്തു നിൽക്കണം എന്ന് ചിന്തിച്ച ഒരു ചെറിയ കാറുണ്ടല്ലോ, മാരുതി നമ്പർ 3 എന്ന് പറയുന്ന കാറ്. ആ 3 എന്ന് പറയുന്ന കാറാണ്, ഒരിക്കലും പറ്റില്ല, ആ കാറാണ് ഇദ്ദേഹത്തിനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, 10-30 പേജുള്ള ഈ എൻ്റെ കമ്പനി എങ്ങനെ നടക്കണം, അങ്ങനെ നടക്കൂല ഒരാൾ എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട്. സത്യസന്ധതയോടുകൂടിയാണ് അദ്ദേഹം ഈ കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല, 100% വരില്ല. അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ ഇത് വരില്ല. എവിടേക്കോ അറിയാത്തത്. ഇപ്പം നല്ല നദി ഒഴുകുമ്പോൾ, നമ്മളെ നദി ഇങ്ങനെ ഒഴുകി പോവുകയാണ്, ഒഴുകുമ്പോൾ അശുദ്ധമായ ജലങ്ങളെല്ലാം വന്ന് നിറയും ഇതിനകത്ത്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഒഴുകും, പാറക്കെട്ടുകൾ തട്ടും, അഗാധമായ ഗർത്തങ്ങളിൽ വീഴും, നീരാവിയായിട്ട് പറക്കും. അതിനൊരു ശ്രമമുണ്ട്. അത് പോയി ശുദ്ധമാകണം. അങ്ങനെ പോകാതെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് സാമ്രാജ്യങ്ങൾ സ്വന്തമാക്കിയെന്ന് വിചാരിച്ചപ്പോൾ, സ്വന്തമാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വന്നില്ലേ? ഞാൻ ദിഗംബരനെ സൃഷ്ടിച്ച പോലെ മാന്ത്രിക നോവൽ സാഹിത്യത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ് അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ. 22-23 വർഷത്തിന് മുമ്പുള്ള ആ സിനിമ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഇന്നത്തെ തലമുറ പോലും സ്വീകരിക്കുന്നതാണ്. എനിക്ക് എവിടെ പോയാലും അനന്തഭദ്രത്തിൻ്റെ റൈറ്റർ എന്ന് പറയുമ്പം കിട്ടുന്നൊരു ബഹുമാനമുണ്ട്. അതിൽ ദിഗംബരൻ എന്ന് പറയുന്ന ആളിനെ സൃഷ്ടിച്ചു. ദിഗംബരനെ ഞാൻ രാമേശ്വരത്തെ ധനുഷ്കോടിയിലെ കാറ്റാടി മരങ്ങൾക്കിടയിൽ കണ്ട ഒരു അവധൂതനാണ്. അലഞ്ഞു നടക്കുന്ന ഭ്രാന്തനെ പോലെ, അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ നല്ല ചിന്തകൾ, നല്ല ബുദ്ധികൾ, നല്ല മാന്ത്രിക കർമ്മങ്ങൾ പക മാറ്റിവെച്ച് അദ്ദേഹം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പെരുമാറിയിരുന്നെങ്കിൽ ദിഗംബരനെ കാലം ഓർക്കും. ഇതിപ്പോൾ ദിഗംബരനെ കാലം എങ്ങനെയാണ് ഓർക്കുന്നത്? തൻ്റെ പ്രണയത്തിൻ്റെയും തൻ്റെ പ്രതികാരത്തിൻ്റെയും ഒക്കെ പ്രതിരൂപമായിട്ട് ദിഗംബരൻ മാറി. ഞാനീ പറഞ്ഞു വന്നത് ഒരുപാട് വിഷയങ്ങളാണ്, എനിക്കങ്ങോട്ട് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ മരണം എന്തായാലും നമ്മളെ വേദനിപ്പിച്ചു. ആരുടെ മരണവും വേർപാടും വേദനയാണ്. ഈ ജന്മത്തിലൊരിക്കലും 2 ദിവസം കഴിയുമ്പോൾ പുതിയ വാർത്ത വരുമ്പോൾ ഇത് അന്യം വന്നു പോകും. ഇതിൽ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഇവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസർമാരോ അല്ലെങ്കിൽ അത് അന്വേഷിച്ച ആൾക്കാരും ഒന്നുമല്ല ഇതിനകത്തുള്ള വിഷയം. സ്വയം അദ്ദേഹത്തിന് അവരോട് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളും സത്യങ്ങളും ഉണ്ടായിരുന്നുള്ള സത്യമാണ്. ആ സത്യവും ഇല്ലെങ്കിൽ കുറ്റബോധവും തനിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ കൈവേലം കണിഞ്ഞ് നിൽക്കേണ്ട ഒരു അവസ്ഥ, ജയിലറകളിലെ ഇരുണ്ട മുറികളിൽ പോയി നിലത്ത് കിടക്കേണ്ട അവസ്ഥ, തനിക്ക് നഷ്ടപ്പെടുന്ന കാറുകൾ, തന്നെ നഷ്ടപ്പെട്ട ഭൗതിക സുഖങ്ങൾ, തനിക്ക് നഷ്ടപ്പെടുന്ന അഭിമാനം. ഈ അഭിമാനം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ദുർമ്മല വികാരങ്ങളുടെ ഒരു മനോരോഗ്യം പോലെ അദ്ദേഹം സ്വന്തം റിവാൾവറെടുത്ത് നിറനെഞ്ചിൽ നിറയൊഴിച്ച് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇത് ലോകത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പാഠമാണ്, ഒരു വലിയ പാഠമാണ്. ഇപ്പം ഞാൻ തട്ടിയെടുക്കുന്നവരൊക്കെ ഉണ്ട്, സ്വത്ത് തട്ടിയെടുക്കുന്നവർ അല്ലേ, മറ്റൊരാൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കുക, എന്നിട്ടത് കൊടുക്കാതിരിക്കുക അല്ലേ, നമുക്ക് അവകാശപ്പെട്ടത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് പിടിച്ചു വയ്ക്കുക. എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന്. ഒരാൾ എല്ലാം സ്വന്തമാക്കി
സഹോദരങ്ങളുടെയൊക്കെ പിടിച്ചു പറിച്ചു ഉണ്ടാക്കിയെല്ലാം ഭാര്യയുടെ പേരിലാക്കി. അവസാനം എന്ത് ചെയ്തു? ഭാര്യ വേറൊരുത്തൻ്റെ കൂടെ പോയി. ഒന്നുമില്ല, കിടപ്പാടം പോലും ഇല്ലാതെ ഭ്രാന്ത് പിടിച്ച് മദ്യപിച്ച് മരിച്ച് എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച് കുറേ നേരം ഇരുന്നു, കുറേ നേരം. അപ്പോൾ അതാണ് അദ്ദേഹത്തിന് അപ്പോൾ ആ ഭാര്യ ചോദിച്ചൊരു ചോദ്യം പുള്ളി എന്നോട് ചോദിച്ചത് നല്ലതായിട്ട്, നിങ്ങളെ ഞാൻ ഈ സ്വത്തെല്ലാം എൻ്റെ സ്വത്തുക്കളെയും എല്ലാം പിടിച്ചു പറിച്ച് നിനക്ക് തന്നതല്ലേ, നീ എന്നെ അപ്പോൾ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ എന്നിട്ട് നീ എന്താ എന്നെ നോക്കാത്തത്? നിങ്ങളെങ്ങനെ നോക്കും? നിങ്ങൾക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ ബന്ധപ്പെട്ടതല്ലേ? സ്വന്തം സഹോദരയും ബന്ധുക്കളെയും നോക്കാത്ത നിങ്ങളെ ഞാൻ നോക്കിയാൽ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് ആര് കണ്ടു? എന്നിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയില്ല എന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇയാൾ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ്. ചോദ്യങ്ങൾ എവിടെ നിന്നും വരാം, അതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ളൊരു അവസ്ഥകൾ ഉണ്ടാകാതിരിക്കണം. മറ്റുള്ളവൻ്റെ സമ്പത്തും മറ്റുള്ളവൻ്റെ സ്വപ്നങ്ങളും നമ്മൾ തകർക്കാൻ ശ്രമിക്കരുത്, അത് സ്വന്തമാക്കാനും ശ്രമിക്കരുത്. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഇല്ലെങ്കിൽ പ്രേതാത്മാവിൻ്റെ ദുർമരണങ്ങൾ ഒരിക്കലും ശരിയല്ല. പ്രേതാത്മാവിട്ട് അലയുന്നുള്ളത് 100%. എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളൊക്കെ വായിച്ചാൽ, പ്രേതഭൂമിയിലൂടെയൊക്കെ വായിച്ചാൽ ഇത്തരം റിയൽ അനുഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുണ്ടോ ഇല്ലയോ എന്നുള്ളതും തർക്കിക്കാനുള്ളവർക്കൊക്കെ തർക്കിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ദൈവം തന്ന ജീവിതം സുഖകരമായ ഓരോ നിമിഷവും നിങ്ങൾ സന്തോഷിച്ച് ദുഃഖങ്ങളെ മാറ്റിവെച്ചു, ദുഃഖങ്ങളെ സന്തോഷങ്ങളാക്കും. സന്തോഷങ്ങളാക്കാൻ പറ്റുന്ന നമ്മുടെ ശ്രീ രവിശങ്കറിൻ്റെ ഒരുപാട് സുദർശനക്രിയ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യായാമങ്ങളും ചിന്തകളും മന്ത്രങ്ങളല്ല മനസ്സിൻ്റെ മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് സ്വൈവത്താക്കിക്കൊണ്ട് സന്തോഷകരമായ ജീവിതം നയിക്കൂ. ദൈവം വിളിക്കുന്ന നേരത്ത് ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്, നല്ലൊരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു, എനിക്ക് ഇതുപോലൊരു ജന്മം ഇനിയും തരണം ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിക്കുന്ന കാലൻ്റെ കൂടെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷകരമായ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമുക്ക് എങ്ങനെ സന്തോഷിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.